ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ബ്രീഡാണ്. അതായത് ഈ ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനോട് അങ്ങേയറ്റം സ്നേഹമുള്ള, അല്ലെ യജമാനു വേണ്ടി അങ്ങേയറ്റം വരെ ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ മറ്റൊരു ജീവി അല്ല ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പുലി അതുപോലുള്ള ജീവികൾക്ക് എതിരെയൊക്കെ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റോക്ക് ഗാർഡിംഗ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നൊരു ബ്രീഡുകളാണ്. പിന്നെ അതുപോലെ തന്നെ യജമാനെ അങ്ങേയറ്റം പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ബ്രീഡുമാണ്. ഇത് പ്രത്യേകിച്ച് ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും ഈ സംഭവത്തിന് വേണ്ട, അതായത് യജമാനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഫില ബ്രസീലിയറോ അതല്ലെങ്കിൽ ബ്രസീലിയൻ മാസ്റ്റീഫ് എന്ന് പറയും. ബ്രസീലിയുടെ ഓണറാണ്. അപ്പോൾ ചേട്ടൻ്റെ പേരും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഡോഗിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് സിബി മാത്യു. ഞാൻ കരിമണ്ണൂരാണ്. തൊടുപുഴയ്ക്ക് അടുത്ത് കരിമണ്ണൂർ സ്ഥലത്താണ്. പിന്നെ നമ്മുടെ കുറച്ച് ഫിലയുണ്ട്. ഒരു 6 അഡൽട്ട് ഡോഗ്സും കുറച്ച് പപ്പീസൊക്കെ നമ്മുടെ ഇപ്പം ഓൾറെഡി സെയിലിനുണ്ട്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാനെന്താ അടുത്തോട്ട് വരാത്തത്, ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരും. ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണറോട് നല്ല അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ബ്രീഡാണ്. സ്ട്രേഞ്ചേഴ്സ് വരുമ്പം എപ്പോഴും ഇവരൊരു സംശയത്തോടു കൂടി ഇവർ മറ്റുള്ളവരെ കാണുന്നുണ്ട്. കടിക്കും. കാരണം നമുക്ക് ആളിപ്പോൾ അങ്ങനെ ഒരു ലാബിനെ പോലെ അത്ര ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുമെങ്കിലും ഒരു പെട്ടെന്ന് വിത്തിൻ സെക്കൻഡിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നൊരു ബ്രീഡാണ്. ഞാനൊരു 3.5 വർഷമായിട്ടുണ്ട്. ഇപ്പം ടോട്ടലി നമ്മുടെ കയ്യിൽ മൊത്തത്തിൽ 10 ഡോഗ്സ് ഉണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലിപ്പോൾ 6 ഉള്ളൂ. ബാക്കി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്തായിട്ട്. പിന്നെ എൻ്റെ ഒരു ബ്രദറുണ്ട്, ജിബു എന്ന് പറഞ്ഞാൽ, പുള്ളിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പുള്ളിയുടെ അടുത്ത് ഓൾറെഡി 2 ഉണ്ട്. ഫില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ അറിയത്തൊന്നുമില്ലായിരുന്നു. ജിബുവേട്ടൻ ആദ്യം ഒരു നമ്മുടെ ബ്രദർ എടുത്തു, ഒരു മെയിലെടുത്തു. അവനൊരു 20 ദിവസത്തോളം ഞാനാണ് വളർത്തിയത്. അപ്പോൾ അവൻ്റെ അറ്റാച്ച്മെൻറ്റും ആ ഒരു സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഫാമിലി ആയിട്ടുള്ള ഭയങ്കര കെയറിങ്ങാണ് നമ്മുടെ അടുത്ത്. അത് കണ്ടപ്പോൾ അങ്ങനെ അങ്ങ് എടുത്തതാണ്. പിന്നെ ജസ്റ്റ് അവനെ നമ്മൾ ഫസ്റ്റ് ഒരു മെയ്റ്റിംഗ് പർപ്പസിന് എടുത്തതാണ് ആ മെയിലിനെ, കലി എന്ന് പറഞ്ഞിട്ടുള്ള മെയിലിന്. അപ്പോൾ നമ്മുടെ മെയിലിനെ എല്ലാവരും വന്ന് മെയ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് റിസൾട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചവിട്ടി. അപ്പോൾ ആ വാശിക്ക് നമ്മളൊരു ഫീമെയിലിൽ തുടങ്ങിയതാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ ഓൾറെഡി 4 അഡൽട്ട് ഫീമെയിൽ ഉണ്ട്. പിന്നെ ഇവളുടെ പേര് മായ എന്നാണ്. നമ്മളിവിടെ ബാംഗ്ലൂരിൽ നിന്ന് എടുത്താണ്. ഇവക്ക് 2.5 വയസ്സ്. നമുക്കിപ്പം 10 പപ്പീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് 5 ബ്ലാക്ക് ഉണ്ട്, 5 ഫീമെയിലാണ്, 3 ബ്രിൻഡിലുണ്ട്, 2 മെയിലും 1 ഫീമെയിലുമാണ്. പിന്നെ ഒരു 2 ലൈറ്റ് ബ്ലൂ ഉണ്ട്, ബ്ലൂ കളറുണ്ട്. ഫാദർ ആലപ്പുഴയിൽ സ്പൂൺ ബിൽസ് കനൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബ്രദർ തന്നെയാണ്, നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, സുമേഷ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ കനലിൽ നിൽക്കുന്ന മെയിലാണ്. കാണിക്കാം. ആണ് നമ്മുടെ മുമ്പേ കാണിച്ച ഫീമെയിലിന്റെ കുഞ്ഞ് അല്ലേ? അതെ. എത്ര എണ്ണം ഉണ്ടായിരുന്നു? നമുക്ക് 10 എണ്ണം. ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത്രയും പേരുള്ളൂ. ബാക്കി എന്ത് പറ്റി? ഫുഡ് കൊടുത്തിട്ട് മേത്തെ കഴിക്കാണ്ടിരിക്കില്ല. ഓക്കെ, അങ്ങനെയാണ് കാണിക്കണ്ട. അപ്പോൾ അത് മെയിലാണ് ഫീമെയിലാണ്? ഇത് മെയിലാണ്, ബ്ലാക്ക് ഫീമെയിലാണ്. ഓക്കെ, ബ്ലാക്ക് ഫീമെയിലാണ്. ഓക്കെ. ഇപ്പം എത്ര ദിവസം പ്രായമുണ്ട്? ഇപ്പം 42 ദിവസം. 42 ദിവസം പ്രായമുണ്ടല്ലേ? ഓക്കെ. നല്ല പപ്പീസാണ് കേട്ടോ. ഇത് ബ്രിൻഡിലാണ്, ബ്രിൻഡിൽ കളർ. ഓക്കെ. അത് ബ്ലാക്ക്. ഓക്കെ. ഈ ഫിലായിൽ എത്ര കളർ വരെ വരുന്നുണ്ട്? ഫിലായിൽ ശരിക്കും അളവുടെ ബ്രിൻഡിലും ബ്ലാക്കും റെഡ് ഫാന്. ഇപ്പോൾ പിന്നെ വൈറ്റ് ഉണ്ട്, ഇടയ്ക്ക് റെയറാണ്. ഓക്കെ, റെയർ കളറാണ് വൈറ്റ്. ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ? ഒരെണ്ണമുണ്ട്. പുറകാലം നമുക്ക് കാണിക്കാം. ഓക്കെ. പപ്പീസിന് എന്ത് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളിപ്പോൾ റോയൽ കാനിൻ്റെ ജെയിൻറ്റ് സ്റ്റാർട്ടറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റാർട്ടറാണ്. പിന്നെ പവർ പാക്ക് കൊടുക്കാം. പവർ പാക്ക് നമ്മളെ തോപ്പിക്കളായി ഭയങ്കര വിഷയമല്ലേ? ഓക്കെ. അപ്പോൾ ഫുൾ ബ്ലാക്ക് ഇതിനകത്ത് ഉണ്ടല്ലോ? ബ്ലാക്കാണ് കൂടുതൽ ഡിമാൻഡുള്ള കളർ ഏതാ?
ഡിമാൻഡ് വരുന്നത് ബ്ലാക്കിന് ഇപ്പോൾ അത്യാവശ്യം എൻക്വയറി ഉണ്ട് നമുക്ക്. റെഡിനും ഉണ്ട്, പക്ഷേ റെഡ് നമുക്ക് അങ്ങനെ ഇത്തവണ കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ. അവനെ താഴ്മാരെ താഴെ വെച്ചിട്ട് അടുത്ത് രണ്ടുപേരും എടുത്തുകൊണ്ട് ആ അവന്മാരുണ്ട് കാണിക്കും. റെയർ കളറാണ് കേട്ടോ. ഫിലയിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ആ ഒരു കളറ്. കണ്ട ഇതെല്ലാം KC സർട്ടിഫൈഡ് അല്ലേ? KC സർട്ടിഫൈഡ് ആണ്. KC സർട്ടിഫൈഡ് ആണ്. എല്ലാ ലിറ്ററും നമ്മൾ KC സർട്ടിഫൈഡ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇത് രണ്ടും പ്രിന്റിലാണ്. ഇത് ബ്ലാക്ക് പ്രിന്റിലാണ്. ഇതിന് ബുക്ക് ആയാലോ? കോപ്പി ഉണ്ടോ? ബുക്ക് ആദ്യം കാണിച്ച് രണ്ടുപേര് ബുക്കിംഗ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതും പ്രിന്റിലാണ്, പക്ഷേ ഇതൊരു സിൽവർ പ്രിന്റിൽ പോലത്തെ ഒരു കളറാണ്. ഞാൻ അടുത്ത് കാണിക്കാം. റെയർ അല്ലേ? പ്രിന്റിൽ കുറെ വെറൈറ്റി കളർ വീഴാറുണ്ട്. ഇയാളുടെ കണ്ണ് കണ്ടോ? അതേ ബ്ലൂ കളർ കണ്ട. ഇത് ഫീമെയിൽ അല്ലേ? അത് മെയിൽ അല്ല, ഇത് മെയിലാണ്. ഇത് ബ്ലാക്ക് ഫീമെയിൽ. കഴിഞ്ഞ ലിറ്ററിൽ നമ്മുടെ പപ്പിയൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ ലിറ്ററിൽ ആലപ്പുഴയിലുണ്ട്, പിന്നെ തൃശ്ശൂർ ചാവക്കാട് 2 ഉണ്ട്, ആലുവയിലുണ്ട്, കണ്ണൂരുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഒരു ഇത് വെച്ചിട്ട് ഇവരുടെ ഒരു ഡിമാൻഡ് എങ്ങനെയാണ്? ഡിമാൻഡ് ആയി, ഇതിനെക്കുറിച്ച് ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ബ്രീഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ബ്രീഡ് ഉണ്ടോന്നൊക്കെയാണ്. ഇതിപ്പോ ഇവരെ കറക്റ്റ് ആയിട്ട് എന്ത് പർപ്പസിനാണ് സത്യം പറഞ്ഞാൽ ഇവരെ യൂസ് ചെയ്യാൻ? ഗാർഡിംഗ് പർപ്പസ്. ഗാർഡിംഗ് മാത്രം, ഈ ലൈഫ് സ്റ്റോക്ക് ഗാർഡിംഗ്. നിലവില് ബ്രസീലില് നമുക്കിത് 3 ബ്രീഡിനെ മിക്സ് ചെയ്തിട്ടാണ് ഇവർ ഉണ്ടാക്കിയത്. ബ്ലഡ് ഹൗണ്ട്, ഇംഗ്ലീഷ് മാസ്റ്റിഫ്, ഓൾഡ് ബുൾഡോഗ്. ഈ 3 ബ്രീഡിനെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു ബ്രീഡാണ്. ഇവരുടെ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ എങ്ങനെ? ബ്രീഡ് സ്റ്റാൻഡേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു ഫില എങ്ങനെ വേണമെന്നാണ്? രൂപം കൊണ്ട് ഒരു ഫില എങ്ങനെ വേണം? രൂപം കൊണ്ട് ക്യാമൽ ഹമ്പ് വേണം, പിന്നെ റിങ്കിൾസ് കൂടുതലാണ്, ഡ്രൂപ്പി ഐസ് ആയിരിക്കണം, പിന്നെ നടക്കുമ്പം ഒട്ടകത്തിന്റെ ഒരു നടക്കുമ്പോൾ ക്യാമൽ വാക്കിംഗ് ഒക്കെ മസ്റ്റാണ്. അങ്ങനെയാണ് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളും പറയുന്നത്. ഓക്കെ. ഇത്രയും ഡോഗ് ഉണ്ടല്ലോ, എന്നാൽ ഷോ ചെയ്തുകൂടെ? ഷോക്ക് ഇറക്കണം. ടെമ്പർമെന്റ് ആണല്ലേ? ടെമ്പർമെന്റ് ആണ്. നമ്മുടെ വർക്കിംഗ് ലൈൻ ആണ് എല്ലാം. ഒരെണ്ണം മാത്രമേ ഷോ ലൈൻ ഉള്ളൂ, ബാക്കിയെല്ലാം വർക്കിംഗ് ലൈൻ ആണ്. വർക്കിംഗ് ലൈൻ വരുമ്പം കുറച്ച് പാടാണ്. അതിൽ പിന്നെ നമ്മൾ പപ്പി സ്റ്റേജിൽ തന്നെ ഷോ ട്രെയിനിങ് ചെയ്ത് എടുക്കണം. പക്ഷെ ഫിലാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുമായിട്ട് പുറത്തുള്ളവരായിട്ട് അങ്ങനെ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഫാമിലി തന്നെ നമ്മൾ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്താൽ മതി. അല്ലാതെ പറ്റത്തില്ല. അല്ലാണ്ട് വിട്ട് കഴിഞ്ഞാൽ ഡോഗിന് വേറൊരു മൈൻഡാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ നേരത്തെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, ലിയോ എന്ന് പറഞ്ഞാൽ വേറെ വീട്ടിൽ കൊടുത്തപ്പോൾ അത് അവിടെ ചെന്ന് ഇവിടെ ഭയങ്കര ടെമ്പറാണ്. അന്ന് മറ്റേ ലീ സ്റ്റോക്സിൽ രഞ്ജുബായി വന്നിട്ട് നമ്മൾ ഇറക്കാണ്ടൊക്കെ പോയ ഡോഗാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് നമുക്ക് ഞാൻ വേറെ സ്ഥലത്തേക്ക് അന്നത്തെ സ്ഥലത്തല്ല ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അധികം നമ്മൾ ഡോഗിൻ്റെ കേസ് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് മാറ്റി. ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ ആള് പക്ക സൈലൻ്റ് ആയി പോയി. അയ്യോ, ഓണർ മാറിയപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫില പോലത്തെ ബ്രീഡിനെ വളർത്തുമ്പം ശരിക്കും നമ്മൾ ലൈഫ് ലോങ് നമ്മുടെ കൂടെ തന്നെ വളർത്താൻ പറ്റുമെങ്കിലാണ് നമ്മൾ ഈ ഒരു ബ്രീഡിനെ നമ്മൾ സെലക്ട് ചെയ്യാവുള്ളൂ. കുറച്ച് നാൾ വളർത്തിയിട്ട് നമ്മൾ വേറെ ആൾക്ക് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓണർ പ്രൊട്ടക്ഷന്റെ കാര്യം പറഞ്ഞാൽ ഓണർ പ്രൊട്ടക്ഷൻ ഒരു രക്ഷയില്ല. ഏതറ്റം വരെ പോകും അല്ലേ? ഒരു മനുഷ്യനെ നമ്മൾ അറ്റാക്ക് എന്റെ ഇപ്പൊ നീ ഇത് കഴിഞ്ഞിട്ട് എന്നെ പിടിച്ചത് അവനെ ഞാൻ കാണിച്ചു തള്ളിയാൽ മതി, ഒരു രക്ഷ ഉണ്ടാവില്ല. ആണല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ എങ്ങനെ കാണിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എന്റെ ട്രൈ ചെയ്യാം. കാരണം നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മൾ നിൽക്കുവാണെങ്കിൽ ഇവര് നമ്മുടെ മേത്തേക്ക് ചെറിയ ഫുൾ ടൈം നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ ഇവര് നിൽക്കുള്ളൂ. അടുത്ത സ്ട്രേഞ്ചേഴ്സും നമ്മുടെ അടുത്തേക്കൊന്നും അധികം അങ്ങനെ ഓണറോട് അതുപോലെ ലോയലാണ്, അതുപോലെ സ്നേഹമാണ്. ലാബിനെ നമ്മൾ എങ്ങനെ വളർത്തണോ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വീട്ടിലുള്ളവർക്ക്. നമ്മളോട് മാത്രം ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷെ പുറത്തുള്ളവരാണെങ്കിൽ കൊന്നുകളെ. പക്ഷെ ആൾക്കാർ നോക്കുമ്പോൾ ഒരു ലാബ് ഒരു ഉറക്കം തോന്നിയ സ്റ്റൈലിലേക്കായിരിക്കും ഇവർ നിൽക്കുന്നത്. ഇവിടെ ആരും കടിച്ചിട്ടുണ്ടോ ഡോഗ്? നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കടിച്ചിട്ടുണ്ട്. ചിത്തു എന്ന് പറഞ്ഞൊരു പയ്യനെയാണ്. അപ്പം അവനെ ഓൾറെഡി കടിച്ചതാണ്. ഓ ദൈവമേ, ഞാൻ ആ മെയിലിന്റെ കൂട്ടി പോയി ആദ്യം കൊണ്ട് കൈ കിട്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് എനിക്ക് കടി കിട്ടിയില്ല. അതിടയ്ക്ക് ഇങ്ങനെ ഇറുകണിട്ടൊക്കെ നോക്കും അല്ലേ? അവനെ നമ്മളിപ്പം കുറച്ച് കഴിയുമ്പോൾ പുള്ളി നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് കാണിക്കും, പക്ഷെ അവൻ നമ്മുടെ ഓട്ടക്കണ്ടിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും കറക്റ്റ് പറയണ്ട, എന്നാലും അപ്രോക്സിമേറ്റ് എത്രയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്? 50 മേളിലൊക്കെയാണ് ഇവരുടെ റേറ്റ് പറയുന്നത്. ഓക്കെ ഓക്കെ. നമ്മളെടുത്തതൊക്കെ ശരിക്കും 1 രൂപയ്ക്ക് എടുത്ത പപ്പിയൊക്കെ ഇവിടെ ഉണ്ട്. 1 രൂപയ്ക്ക് എടുത്ത പപ്പിയുണ്ട്. ഡിക്സി കൂട്ടുകിടന്ന് ഭയങ്കര തെറുപ്പാണല്ലോ. പക്ഷെ വെളിയിറങ്ങിയ ആള് പാവമാണ്, കൂട്ടില് ഭയങ്കര ടെമ്പറാണ്. ബ്രിണ്ടിൽ കളറാണ്. ഇവർക്ക് 3 വയസ്സായി. ഡിസംബറിൽ 3 വയസ്സായി. അല്ല, ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഇവിടെയാണ്. ഇവിടെ കടുത്തുരുത്തിന്ന് എടുത്താണ്. ഇവളുടെ നമുക്ക് ആദ്യത്തെ ലിറ്ററിൽ 10 കുപ്പി ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ലിറ്ററിൽ 11 കുപ്പി ഉണ്ടായിരുന്നു. അല്ല, 2 ലിറ്റർ. രണ്ടാമത്തെ ലിറ്ററിൽ 11 കുപ്പി ഉണ്ടായിരുന്നു.
ഇനിയിപ്പോ ഇവിടെ ഏത് മെയിൻ യൂസ് ചെയ്യുന്നത് അവൻ ഹാർപ്പർ കാണാം. അയ്യോ, അപ്പോ ഞാനിപ്പോ ഇവിടെ അടുത്ത് വന്നപ്പോ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇല്ല, പക്ഷേ ഇവള് അത്യാവശ്യം ഫ്രണ്ട്ലി ഡോഗ് ആണ്. കേജിന്റെ ഉള്ളിൽ ഇവിടെ അവിടെ ഡ്യൂട്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവളിപ്പോ എത്ര കിലോ ആണ്? ഇവളിപ്പോ ഒരു 35-40. ഇവിടെ ഡിക്സി നമ്മുടെ ആദ്യത്തെ ഫീമെയിലാണ്. നമ്മുടെ കലി എന്ന് പറഞ്ഞ മെയിലിന് റിസൾട്ട് ഇല്ല എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ റിസൾട്ട് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഇന്ന് കാണില്ല. ആൾ അബ്രോഡാണ് അതിന്റെ ഓണർ. അപ്പം കാണാൻ പറ്റും. അവന്റെ സണ്ണാണ് ഇവൻ ഹാർപ്പർ. പിന്നെ ആ വൈറ്റ് ഫീമെയിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് അവന്റെ സണ്ണാണ്. ഫീമെയിൽ നമ്മൾ ഉടച്ചു നിർത്തിയേക്കുന്ന കാരണം ഹണ്ടിങ്ങിന് യൂസ് ചെയ്യാം. പക്ഷേ ഒരു 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ടും പറ്റും. പന്നിയാണ് നമുക്ക് ഇങ്ങോട്ട് അധികം പ്രശ്നമില്ല. പന്നിയുടെ ചെപ്പൂർ നമ്മുടെ മേളിൽ മലയുണ്ട്, അവിടെ കാട്ടുപന്നി. പിന്നെ ഇവിടെ കുറുക്കന്റെ ശല്യം നന്നായിട്ടുണ്ട്. ഇപ്പൊ ഇവരുള്ളത് കൊണ്ട് ഇപ്പം ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് അങ്ങനെ അധികം വരും. 3ാമത്തെ ഫീമെയിൽ, ഇത് 4ാമത്തെ ഫീമെയിൽ. മെയിൽ ഇപ്പൊ നമുക്ക് 2 ഉണ്ട് ഇവിടെ. 2 ഇവിടെ ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് 4 മെയിലും കൂടെ നമ്മുടെ ഫ്രണ്ടിന്റെ കയ്യിലായിട്ട് നിൽക്കുന്നുണ്ട്. 6 മെയിലുണ്ട് മൊത്തം. ഇല്ല, ഇവരത്ര പ്രശ്നമൊന്നുമില്ല. ഇവള് ഷോലൈനാണ്. അത് നമ്മുടെ ആദ്യം കാണിച്ച മായയുടെ ബ്ലാക്കിന്റെ സണ്ണാണ്. റോട്ടാണ്. 1 വയസ്സാവുന്നുള്ളൂ. ഇവളിപ്പോ നമ്മൾ എടുത്തിട്ട് അധികം ആയിട്ടില്ല. നമ്മുടെ കയ്യിലേക്ക് വന്നുള്ളൂ. ഷോ ചെയ്യണം. ഇവക്കളെ കഴിഞ്ഞിട്ടുള്ള 10 പപ്പി ഉണ്ടായിരുന്നു. 10 to 14 വരെ. 8 മേളിലേക്ക് ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഇല്ല, എല്ലാ പപ്പിയും ഓക്കെയാണ്. പപ്പീസിനെയൊക്കെ നോക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് മറ്റുള്ള ഡോഗുകളൊക്കെ അങ്ങനെ നക്കിത്തുടയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. വന്ന് കെയർ ചെയ്ത് കറക്റ്റായിട്ട് കുടിപ്പിക്കുക ആയിട്ട് പോവുക. ക്ലൈമറ്റായിട്ട് ഒരു വിഷയമില്ല. കാരണം ബ്രസീലിൽ നമ്മുടെ സെയിം ക്ലൈമറ്റാണ്. നമ്മുടെ സെയിം ക്ലൈമറ്റാണ് അവിടെ. അതുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവക്കടെ ഇല്ല. ഇവക്കടെ ലിറ്റർമേറ്റ് ഒരു മെയിലുണ്ട്. അവന്റെ സണ്ണിനാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഓർമ്മ എടുത്തിട്ടുണ്ട്. ഇവ പീത്തോണ ലിറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട്. കൺസീവ് ആണെങ്കിൽ ഒരു ഫീമെയിലിനെ നമുക്ക് ഹോൾഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഷോ ലൈനില് ഫീമെയിലിന് റിങ്കിൾസ്, ഈ ഹെഡ് വലുപ്പം എല്ലാം കൂടുതലുണ്ടായിരിക്കും. സ്കിൻ ഫ്ലെക്സിബിൾ ആണ്. അതായത് ഇതുണ്ടോ, അതായത് ഫിലയ്ക്ക് ഇത്രയും ഫ്ലെക്സിബിൾ സ്കിന്നാണ്, ലൂസ് സ്കിന്നാണ്. സ്കിൻ മസ്റ്റ് ആണ്. പിന്നെ ഡ്രൂപ്പി ഐസ് വരണം. കണ്ണ് പോള, അടിയിലത്തെ പോള എപ്പോഴും പപ്പിസ്റ്റയിലൊക്കെ അറിയാൻ പറ്റും. നമുക്കിങ്ങനെ താന്നാ നിൽക്കത്തുള്ളൂ. ജനറ്റിക് ഇവർക്ക് ഹിപ്പിന്റെ ഒരു പ്രശ്നമാണ്. ക്യാമൽ ഹമ്പ് കൂടുതലുള്ളതുകൊണ്ട് 1 വയസ്സ് വരെ നമ്മൾ വർക്കൗട്ട് മാക്സിമം കൊടുക്കരുത്. 1 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹിപ്പ് ഇച്ചിരി ഒന്ന് ഉറക്കാനുള്ള ടൈം. സ്വിമ്മിങ് ആണ് ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മൾ പുത്തനായിട്ട് വാങ്ങിച്ച പപ്പി എന്ന് പറയുന്നത്. പപ്പി അല്ലേ? അപ്പോൾ ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് ജോ എന്നാണല്ലേ. അപ്പൊ ആൾക്കാരെ ശ്രദ്ധിക്കണ്ട, പപ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ. പപ്പി സ്റ്റേജിൽ പിള്ളേർ കളി മാറി വരുന്നുള്ളൂ. ഈ കളറിന് പറയുന്ന പേരെന്താ? ഇത് ഫോൺ കളറാണ്. അത് റെഡ് ആണ്. റെഡ് ഫോൺ ആണ് അത്. ഇവൻ കുഴപ്പമില്ല. ഇവനാ കളി മാറി വരുന്നുള്ളൂ. പപ്പി സ്റ്റേജ് മാറി വരുന്നേ ഉള്ളൂ. അത് ഇവർക്ക് ഒജറസോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആ ഒജറസയാണ് ശരിക്കും ഇവർക്ക് പേടിയുണ്ട്. ശരിക്കും ആ പേടി മാറി വന്നിട്ട് കുറെ ടൈം എടുക്കുമ്പോഴത്തേക്കാണ് ആ ഒജറസോ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് വരുന്നത്. സംശയരോഗം അതും ഉണ്ട് ഓൾറെഡി. ഇവനിപ്പോ 6.5 മാസം കഴിഞ്ഞു. പ്രായം പറയാൻ പറ്റില്ല, കാരണം ആൾക്കാരത് വിശ്വസിക്കുന്നില്ല. 6.5 മാസമായ ഫിലാ ബ്രസീലറാണ്. അതിന്റെ സൈസ് കണ്ടോ നിങ്ങൾ? ഇനിയിപ്പോ ഈ ഏരിയ ഒക്കെ ഭരിക്കാൻ പോകുന്നത് കലിയുടെ കൂട്ടത്തില് ഇവനായിരിക്കും അല്ലേ? ഇവനെ നമ്മള് നല്ലൊരു സ്റ്റഡിങ് പർപ്പസിന് വേണ്ടി എടുത്തേക്കുന്നതാണ്. കളി പിള്ളേളി കുറച്ച് മാറി വരുന്നു. ഇതിപ്പോ ഒരു ഇതാവുമല്ലോ. അപ്പൊ ഇതാണ് ജോ. അപ്പൊ ഇവനെ ഫുഡും കാര്യങ്ങളല്ല ഇവിടെ ഡോഗ്സിന് എന്താ ഫുഡ് കൊടുക്കുന്നത്? നമ്മൾ അഡൽട്ടിന് നമ്മള് ചിക്കനും റൈസും
പിന്നെ ആഴ്ചയിൽ 2 ദിവസം ബീഫ് റൈസും കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെയിലി മുട്ടയുണ്ട്, നമുക്ക് കോഴിയുണ്ട്. അളവ് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം ആവറേജ് ഒരു 1.5 കിലോ റൈസ് എല്ലാം കൂടെ കൊള്ളുന്ന പാത്രമാണ് എല്ലാവർക്കും. അതിൽ ഉള്ള എല്ലാവർക്കും ആ സെയിം പാത്രത്തിൽ തന്നെ ഫുഡ് കൊടുക്കുന്നത്. നമുക്കൊരു ദിവസം ഒരു 10 കിലോയുടെ അടുത്ത്. അഴിച്ചു പിഴച്ച് ഇവിടെ പറമ്പ് നമ്മളിവിടെ റെൻറ്റിനാണ്. അപ്പം പണിക്കാരുണ്ടാവും. അപ്പോൾ അവിടെ വിടൽ പാടാണ്, കടിക്കും. അപ്പോൾ നമ്മൾ വെച്ചാൽ പുറകെ പോയാൽ കഴിഞ്ഞാൽ ഓടിച്ചിട്ട് കടിക്കും. അപ്പോൾ അതുകൊണ്ട് ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിയെ വെട്ടണ ചേട്ടന് പേടിയാണ്. പുള്ളി അന്ന് ഇവിടെ നിന്ന് ഓടിയത് അതിൻ്റെ അപ്പുറം പോയി അപ്പുറത്തെ പറമ്പിൽ ചാടി കയറി ആ തൊണ്ടിൻ്റെ അകത്ത് പോയി പുള്ളി രക്ഷപ്പെട്ടെ. അതുകൊണ്ട് പിന്നെ ഇപ്പം അഴിച്ചു വിടാറില്ല അങ്ങനെ. അത്യാവശ്യം ബൈറ്റിംഗ് ഫോഴ്സ് ഉണ്ട്. ബൈറ്റ് ഫോഴ്സ് ഉണ്ട്. അത്രയ്ക്ക് നല്ല മാസ്റ്റിഫ് കാറ്റഗറിയിലുള്ള ഡോഗ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹ്യൂജുമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു അജിലിറ്റി, അതായത് ഇവരുടെ ഒരു ഫിസിക്കലിറ്റി പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഫിസിക്കലി സ്റ്റാമിന നല്ല സ്റ്റാമിനയാണ്. ഈ കാണുന്നതല്ല നല്ല ടൂൾ. എന്നുവെച്ചാൽ നമുക്ക് ഒരു ക്യാമൽ ഹമ്പ് ഉള്ളതുകൊണ്ട് പോകണം അതേ സ്പീഡിൽ തന്നെ പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്ത് യൂട്ടേൺ എടുത്ത് വരാനുള്ള ഇതും കൂടെ ഉണ്ട്. വിത്തിൻ സെക്കൻഡിൽ റിട്ടേൺ അടിക്കും. ഇവരിപ്പോൾ ഈ ആൻഷ്യന്റ് കാലത്ത്, അതായത് പഴയ കാലത്ത് പോലെ ഈ ക്യാമൽ ഹമ്പ് ഇവർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ബ്രീഡ് ചെയ്തിപ്പോൾ വന്നോ? അല്ലല്ല, ഇവർക്ക് ഞാൻ പറഞ്ഞില്ല, ഇവർ 3 ബ്രീഡ് മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ആ ടൈം തൊട്ട് ക്യാമൽ ഹമ്പ് ഉണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് പറയുന്നത് ക്യാമൽ ഹമ്പ്. ഈ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് റിങ്കിൾസ് ആണ്. ഇതിന്റെ കണ്ണൊരു പ്രത്യേകതരമാണല്ലോ കളർ. റെഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇച്ചിരി ഓടിയൻ്റെ ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ കയറി വന്നിട്ടുണ്ട്. മെയിൻ നോക്കേണ്ടത് സ്കിന്നാണ്. ഇയർ സെറ്റിങ് ഒരു ഇച്ചിരി നമ്മുടെ സാധാരണ ടോപ്പിൽ നിന്നല്ല, കുറച്ച് താഴ്ത്തുന്നതാണ്. ഇതാണ് നമ്മുടെ മെയിൻ ചെറുകൻ അല്ലേ? ഇവിടുത്തെ മെയിൻ. അത് എൻ്റെ ബ്രദറിൻ്റെ അടുത്താണ് ജീവിച്ചാണ്ട്. ഭയങ്കര ഹ്യൂജ് ആണ് കേട്ടോ. ഹ്യൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു 80 kg ഒക്കെ മേളിൽ എന്തായാലും കാണും അല്ലേ? ഇവനിപ്പോ ഒരു 55 കിലോ ഉണ്ട്. 55 കുറഞ്ഞോ? വെയിറ്റ് കുറച്ചാണ്. ഒരു 10-15 കിലോ നമ്മൾ കുറച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആള് കടിക്കും ഇല്ലയോ? അപ്പൊ അതാണ് ഞാൻ അടുത്തോട്ട് പോവാത്ത കേട്ടോ. വെറുതെ ഇങ്ങനെ നിക്കുന്നു കാര്യാക്കണ്ട. തൊടുപുഴ വന്ന് വെറുതെ കളി മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അവന് നോട്ടം നോക്കാതെ ഞാൻ അവന്റെ കണ്ണോട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അവൻ്റെ നോട്ടം കണ്ടോ? കൊല്ല് കൈ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ തീർത്ത് കളയും. അതുകൊണ്ട് വെറുതെ ഞാൻ ഇതിന് പാലക്കാട് ചോദിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് വെറുതെ ഞാൻ ഇനി കളി മേടിക്കുന്നില്ല. ഓക്കെ, ഇവന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും? ഇവൻ നമ്മുടെ കലിയുടെ സണ്ണാണ്. ഇവനിപ്പോ ഒരു ഓൺ ബ്രീഡിംഗ് സാധനം. അത് നമ്മൾ സ്റ്റഡ് എടുത്താണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അവന്റെ റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവന്റെ റിസൾട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെ ഒരാൾ വന്ന് വെയിറ്റ് ചെയ്യിച്ചാണ്. മധുചേട്ടൻ എന്നൊരു പുള്ളിക്കാണ് ഐനെറ്റിൽ നിന്ന് നമ്മുടെ ബ്രദറായിട്ട് വരും. പുള്ളിയുടെ റിസ്കിൽ വെയിറ്റ് ചെയ്യിച്ചാണ്. അങ്ങനെ നമ്മൾ സ്റ്റഡ് എടുത്താണ് അവനെ. ഇവനിപ്പം ഇവന്റെ പേര് ഹാർപ്പർ എന്നാണ്. ഇവനിപ്പോ 3 വയസ്സ്. ഡിസംബറിൽ 3 വയസ്സാവും. മെയ്റ്റിംഗ് ചാർജ് നമ്മൾ 10 പപ്പിയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റബിൾ കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും നമ്മളും ഈ അവസ്ഥ എന്നൊക്കെ വന്ന ആളാണ്. നമ്മളിപ്പോ ഈ കാണുന്ന ഇത്രയും ഡോഗ് ഉണ്ടെങ്കിലും നമ്മളും വാടകയ്ക്കാണ്. അത് പാഷന്റെ പുറത്ത് ചെയ്യണം. ഇല്ല, ഇവന് റോ മീറ്റ് കഴിക്കാൻ കുറച്ച് പാടാണ്. താല്പര്യമില്ല പുള്ളിക്ക്. അല്ല, എൻ്റെ കയ്യിൽ ഇവനെ കിട്ടിയിട്ട് ഒരു 45-16 ഡേയ്സിനുള്ളിൽ കിട്ടിയതാണ്. ഞാൻ ഡ്രൈവറാണ്. ഓട്ടോ ആദ്യക്കിട്ട് ഇപ്പൊ കിട്ടിയാനെ നല്ല സൂപ്പർ കടി പറഞ്ഞു. ഞാൻ കെട്ടി തൂങ്ങി കിടന്നുകൊണ്ട് ആദ്യം രക്ഷപ്പെട്ടാ. ഇതാണ് സ്കില്ല ശരിക്കും. വർക്കിംഗ് ലൈനിലുള്ള ഫീൽ ഇതാണല്ലേ. എന്നെ നോക്കണോ കേട്ടോ? അയ്യോ, ഞാൻ എന്താ പറയണത് കേറിയിട്ടില്ല. വേണ്ടാട്ടോ, നമ്മുടെ വൈനാട്ടോ ഒന്നും ചെയ്യണ്ട. ഇല്ല, മേറ്റിംഗ് സമയത്ത് പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാം. പക്ഷേ വേറെ മേറ്റ് ചെയ്യിക്കുമ്പം ഞാൻ മാത്രമേ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ മേറ്റ് ചെയ്യിക്കണേ. ഫീമെയിലിന്റെ ഓണറിനൊന്നും അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഫീമെയിലിനെ ഷോട്ട് ചെയ്ത് കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നോക്കുന്നുണ്ടോ? ഇപ്പൊ നല്ല കിട്ടേണ്ടത് കിട്ടിയിരുന്നെങ്കിൽ പിടിച്ച കുടഞ്ഞു വലിക്കുള്ളൂ. ദൈവമേ, അയ്യോ
അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കേരള രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? കിണർ രജിസ്റ്റർ ചെയ്തില്ല. നമ്മൾ ഇത്തവണ ചെയ്യണമെന്ന് ഓർമ്മണ്ടായിരിക്കുന്നത്. നിലവിൽ ഇതുവരെ ചെയ്തിട്ടില്ല. എന്താ നോക്കാൻ വേറെ എനിക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ലാബിലാണ് തുടങ്ങിയത്. പിന്നെ റോട്ട്, ജർമ്മൻ, ഡോബർമാൻ, പിന്നെ പഗ്, ടോയ് ബ്രീഡ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫില വന്നപ്പോൾ അതിനിടയ്ക്ക് ഡോഗ് അർജന്റീന ഉണ്ടായിരുന്നു. ബെൽജിയം മൾനോയ്സ് നമ്മൾ കുറച്ച് വേറെ അത് നമ്മുടെ അടുത്ത് ബോർഡിംഗ് ആയിട്ട് വന്നോ. ബോർബിള് ഉണ്ടായിരുന്നു. ബോർബിള് നമുക്ക് ശരിക്കും ദുരന്തമായി കഥ പറയാണ്ടിരിക്കുന്നത്. നമ്മൾ പറ്റിച്ച ആ രഞ്ജുബായി ലീഷോട്സ് നമ്മുടെ അടുത്ത് ഉണ്ടായ ബ്രീഡാണ്, പപ്പിയാണത്. പക്ഷെ നമ്മളെ മദറിനെ തന്ന് പറ്റിച്ചവര്. ഒറിജിനൽ ബോർബിൾ അല്ലായിരുന്നു. അല്ല, മാക്സിമം ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ അടുത്താണെങ്കിലും വന്ന് പപ്പീസിനെ പേരൻസിനെ കണ്ടിട്ട് എടുക്കുക എന്നുള്ള നമ്മൾ പറയുള്ളൂ. കാരണം ഒരിക്കലും ഒരു കച്ചവടക്കാരുടെ അടുത്ത് നമ്മൾ എടുക്കാണ്ടിരിക്കുക ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ നല്ല വിലയ്ക്ക് ആശിച്ച് മോഹിച്ചെടുത്തിട്ട് ബോർബിളിന്റെ ലുക്കും ഇല്ല. അതാണ് സങ്കടം. ഹെഡൊക്കെ ചെയ്യുമ്പോൾ ഡോബർമാന്റെ ഹെഡ് കണക്കായി പോയത്. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ചേട്ടൻ നന്ദി പറയുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഫില ബ്രസീലുകളുടെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. ഒന്നാമത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എവിടെ പോലെ ഞാൻ നടക്കത്തില്ല. പിന്നെ ഞാൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഒരാളെന്ന് പറഞ്ഞാൽ രഞ്ജിത്തേടനാണ്. പുള്ളി കാരണം രഞ്ജിത് ബ്രാഗിന്റെ കടി കിട്ടണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയിലാണ്. വീഡിയോ അപ്പൊ അർമേനിയ പോവാണ് ഓയിനിറക്കാൻ. പുള്ളി അന്ന് എനിക്ക് മൈക്ക് തരുന്ന സമയത്ത് പുള്ളി ജസ്റ്റ് കയ്യിൽ ചാടി പിടിക്കുകയൊക്കെ ചെയ്താണ് ഇവൻ. അന്ന് ഇതുപോലെ തന്നെ ഞാൻ കെട്ടി തൂങ്ങി കിടന്നുകൊണ്ട് കടി കിട്ടാണ്ട്. പുള്ളിയുടെ കാര്യം അങ്ങനെ. അപ്പൊ എന്റെ കാര്യം എന്നെ കിട്ടിക്കഴിഞ്ഞാലേ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. അതുപോലെ തന്നെ ഫിലയുടെ പപ്പി വേണ്ടവര് പപ്പി നമുക്കിപ്പം അവൈലബിൾ ആണ്. ഡയറക്റ്റ് വിളിക്കുക. നമ്മള് നമ്പർ കൂടെ കൊടുക്കുന്നതാണ്. ഫിലയുടെ പപ്പി വീഡിയോ ഉടനീളം നമ്മൾ നമ്പർ കൊടുക്കുന്നതാണ്. ചേട്ടൻ ഒരു സിബി എന്നാണ് ഒന്നുകൂടെ പറയുവാണ്. സ്ഥലം തൊടുപുഴയാണ്. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ പപ്പിക്ക്? ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ അടുത്ത് ലോക്കലൊക്കെയാണ് നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നോക്കി അവര് വന്ന് പേരൻസിനെ കണ്ടിട്ട് എടുക്കുമായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ഹാർപ്പർ. കൊള്ളാറാ നീ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇവനെ എന്തായാലും കൂട്ടിൽ കേട്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോട്ടെ. അല്ലെങ്കിൽ ശരിയാവത്തില്ല, കടിച്ച് എച്ചിലാക്കി കളയും. എനിക്ക് കടിയുള്ള അവസ്ഥയില്ല. നാളെ പാലക്കാട് ഷോയ്ക്ക് പോകാനുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.